وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സ്നേഹമുള്ള സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ആഴ്ചയും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമികമായ തിരിച്ചറിവുകളാണ് അൽഹംദുലില്ലാഹ് ഹിമായ ദർസിലൂടെ ഫ്രീ സെഷനായി നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഒരുമിച്ചുകൂടൽ സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുസ്ലിം സ്ത്രീയുടെ ദീനീ പഠനം എങ്ങനെയാകണം? പലപ്പോഴും ദീൻ പഠിക്കണം എന്ന ആഗ്രഹം പൊതുവിൽ പുരുഷന്മാരെക്കാളും സഹോദരിമാരിലാണ് അൽഹംദുലില്ലാഹ് കാണാറുള്ളത്. അവർ മുസ്ലിം സ്ത്രീയുടെ ദീനീ പഠനം എങ്ങനെയാകണം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് ദീൻ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ദീൻ പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ദീനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എന്തിനാണ് നമ്മൾ ദീൻ പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദർസിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ റെഡിയാണെങ്കിൽ ജസ്റ്റ് ആർന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ദീൻ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ വളർന്നത് ഏത് സാഹചര്യമാകട്ടെ, നമ്മൾ ഇപ്പോൾ നിലവിൽ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാകട്ടെ, നമ്മൾ എന്തുകൊണ്ട് ദീൻ പഠിക്കണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവക്കുള്ള 3 ഉത്തരങ്ങളാണ് ഇൻഷാ അല്ലാഹ് പ്രമാണബദ്ധമായി നമ്മൾ പറയുന്നത്. അതിൽ ഒന്ന്, റബ്ബിനെ നമ്മൾ അടുത്തറിയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ അടുത്തറിയണം. റഹ്മാനായ റബ്ബിനെ എനിക്ക് ഭയപ്പെടാൻ സാധിക്കണം, അള്ളാഹുവിനെ എനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? അത് ഇൽമ് നേടുക എന്നുള്ളതാണ്. അറിവ് നേടുമ്പോഴാണ്, ദീൻ പഠിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിനോടുള്ള കൃത്യമായ ഭയവും സ്നേഹവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിക്കുന്നത്. ഇതാരാ പറഞ്ഞത്? റഹ്മാനായ റബ്ബാണ്. സൂറത്തു ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നവർ ഒരു വിഭാഗം മാത്രമാണ്. ഇന്നമാ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഹസ്ർ ചെയ്യാനാണ്, ഒരു വിഭാഗത്തെ മാത്രമാക്കാൻ വേണ്ടിയാണ്. അവരാരാ? അൽ ഉലമാഉ, അവർ അറിവുള്ളവരാണ്.
ഇൽമുള്ളവരാണ്. അഥവാ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ റഹ്മാനെ കുറിച്ചുള്ള ഭയം നിറയും. എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിക്കും. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിൽ നിറയും. അതാണ് ഈ ആയത്ത് കൊണ്ടൊക്കെ പറയുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവിടെ അൽ ഉലമാഉ എന്ന് പറഞ്ഞത് അൽ ഉലമാഉ ബി അസ്മാഇല്ലാഹി വസിഫാതി, അള്ളാന്റെ നാമങ്ങൾ പഠിക്കുക, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പഠിക്കുക, അതിലൂടെ റഹ്മാനായ റബ്ബിനെ ശരിക്ക് മനസ്സിലാക്കുക എന്നതാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അടുത്തറിയാനും അവനെ ഭയപ്പെടാനും അവനിൽ പ്രതീക്ഷ വെക്കാനും അവനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി എന്താ? അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ പ്രായം ഏതുമാകട്ടെ, നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ, ആ സാഹചര്യങ്ങൾക്കപ്പുറം നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ദീനിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കുക. അതിന് നമുക്ക് പരിശ്രമിക്കാൻ കഴിയുന്ന അത്ര നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അലമകും ബില്ലാഹ്, അള്ളാഹിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ സഹാബത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാ? ഞാനാണ്. വ അശദ്ദകും ലഹു ഖശിയതൻ അന, അള്ളാഹിനെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഭയപ്പെടുന്നതും ഞാനാണ്. ആദ്യം പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെട്ടതും ആരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഓക്കെ, സൗണ്ട് കുറവോ? സൗണ്ട് കുറവിന്റെ ഒരു സാധ്യതയില്ല. സൗണ്ട് കുറവുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയും. ഓക്കെ അല്ലേ? സാധാരണ പറയുന്ന അതേ ശബ്ദല്ലേ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ അടിച്ചാൽ മതി. ഓക്കെയാണ്. ഷൈന മാമിന്റെ അവിടെ എന്തോ പ്രോബ്ലം മാം, ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ടൊന്ന് റീജോയിൻ ചെയ്ത് നോക്കി. ഓക്കെയാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ നമുക്കുള്ള നേട്ടം. അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ്. ഓക്കെ, രണ്ടാമത്തേത് നമുക്ക് ഹിദായത്തിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിദായത്തിൽ നിലനിൽക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഹിദായത്തിൽ ജീവിക്കണമെന്നുള്ളത്, ഹിദായത്തിലായി മരണപ്പെടാൻ സാധിക്കണമെന്നുള്ളത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനക്കപ്പുറം അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പൊ ഹിദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരിന്റെ വഴി ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് പറഞ്ഞപ്പോ അമ്പിയാക്കളുടെ വഴി ചേർക്കണം. വഴിതെറ്റിയ ക്രിസ്ത്യാനികളുടെയോ അള്ളാന്റെ കോപത്തിന് ഇരയായ ജൂതന്മാരുടെയോ വിഭാഗത്തിൽ പെടുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രശ്നം എന്തായിരുന്നു? ഒരു വിഭാഗത്തിന് ഇൽമുണ്ട് ജൂതന്മാർക്ക്, പക്ഷെ അമലില്ല, പ്രവർത്തനമില്ല. ഒരു വിഭാഗത്തിന് ഇൽമില്ല, ആർക്ക്? ക്രിസ്ത്യാനികൾക്ക്. അവരാണ് വഴിപിഴച്ചു പോയവർ, പക്ഷെ അവർക്ക് അമലുണ്ട്. നമുക്ക് ഇൽമും അമലും രണ്ടും ഉള്ള മഹാന്മാരായ അമ്പിയാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയിൽ ചേർക്കണേ റബ്ബേ എന്ന് നമ്മൾ പറയുന്നത്. ഇൽമ റബ്ബേ, ഇൽമിന്റെ വഴിയിൽ ചേർക്കണേ എന്ന് പറയുമ്പോൾ ആ ഇൽമ് ആകാശത്ത് നിന്ന് വെറുതെ ഇറങ്ങോ? ഇല്ല. ആ ഇൽമ് നമ്മൾ പഠിച്ചെടുക്കാനുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ്. അതിന് കുറച്ച് അധ്വാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസ്ക് നമ്മൾ എടുക്കണം.
മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ചേർത്തി വെക്കുന്ന ഒരു വാചകമുണ്ട്, ഒരിക്കലും റാഹത്തുൽ ജിസ്മു കൊണ്ട് സുഖത്തോടെ ഇരുന്ന് ദീൻ പഠിക്കാൻ പറ്റൂല. പണ്ടുകാലം ഉണ്ടായിരുന്ന മുൻഗാമികൾ അവരൊക്കെ ദീൻ പഠിക്കാൻ കാണിച്ച ശ്രദ്ധയും പരിശ്രമവും സൂക്ഷ്മതയും ഒക്കെ എത്രയാണ്. നമുക്കൊക്കെ എന്തൊരു സുഖാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഹിദായത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹ് പറഞ്ഞ വഴി എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചപ്പോ പറഞ്ഞ വാചകം എന്താ? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതാ നിങ്ങൾക്ക് നമ്മുടെ മാർഗദർശനം, ഹുദ എത്തിക്കഴിഞ്ഞാൽ, സന്മാർഗം എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എത്തും. നമ്മുടെ മുമ്പിൽ ദീൻ പഠിക്കാനുള്ള സംവിധാനം, സാഹചര്യം വരും. ദീൻ മനസ്സിലാക്കാനുള്ള അവസരം ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിലുണ്ട്. ആരെങ്കിലും അത് മനസ്സിലാക്കി പഠിച്ച് അത് പിൻപറ്റുകയാണ് എങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ഇതാണ് ഹിദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇനി ഒന്നുകൂടി ക്ലിയർ ആയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യും, യെസ് ഓർ നോ. ഇല്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അവിടുന്ന് നമ്മുടെ കൂടെ ഇല്ല എങ്കിലും ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ അവിടുന്ന് വിട്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ട്, വിട്ടേച്ചുപോയ രണ്ട് കാര്യങ്ങൾ. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകാണ്. നമ്മളോട് സ്നേഹമുള്ള പ്രവാചകൻ, ആ പ്രവാചകനെ നമ്മിലേക്ക് നിയോഗിച്ച, അതിനേക്കാൾ നമ്മോട് ഇഷ്ടമുള്ള റഹ്മാനായ റബ്ബ് രണ്ട് കാര്യങ്ങൾ നമ്മളെ വിട്ടേച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴി തെറ്റൂല. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഏതാണ് മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ? കിതാബല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. രണ്ട് വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അവിടുത്തെ ജീവിതചര്യയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ കോപ്പി മുറുകെ പിടിക്കലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഇമാം ബുഖാരിയുടെ സ്വഹീൽ ബുഖാരിയുടെയോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളോ അതിന്റെ പുസ്തകം അത് മുറുകെ പിടിക്കലാണോ? ആണോ? അല്ല. നേരെ മറിച്ച് ആ ഖുർആനിലുള്ളതും ആ ഹദീസുകളിലുള്ളതും ആ സുന്നത്തിലുള്ളതും പഠിക്കുക, അത് കൃത്യമായി മനസ്സിലാക്കി അതിൽ ജീവിതം ഉറപ്പിക്കുക. അവര് തെറ്റൂല. മനസ്സിലായോ? അവര് തെറ്റൂല. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്. അപ്പൊ രണ്ടാമത്തത്, എന്തുകൊണ്ട് ദീൻ പഠിക്കണം? എന്തുകൊണ്ട് ദീൻ പഠിക്കണം? നമ്മൾ ഹിദായത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുവെച്ചാല് നമ്മൾ തെറ്റിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. തെറ്റിക്കപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ പുതിയ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോ ഞാൻ എൻ്റെ ഒരു കുടുംബത്തിൽ കുറച്ചു മുമ്പ് അസറിന് ശേഷം വിസിറ്റ് ചെയ്തപ്പോ അവിടെ അതിനടുത്താണ് ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, അവന്റെ വീടുള്ളത്. അപ്പൊ അവനുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിച്ചപ്പോ ആ വീട്ടുകാർ പറഞ്ഞത്, ആ മോൻ ഇപ്പോ നിരീക്ഷരവാദിയായിട്ടുണ്ട് എന്നത്. മനസ്സിലായി? ഞാൻ പറയുന്നത് ഹിദായത്തിന്റെ വഴിയിൽ ഒരിക്കലും നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അത്രത്തോളം വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ പുതിയ കാലത്ത് വർദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ കാണുന്ന വീഡിയോസ്,
നമ്മളെ എത്രത്തോളം തെറ്റിലേക്ക് കൊണ്ടുപോകുന്നു, വഴികേടിലേക്ക് കൊണ്ടുപോകുന്നു, നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്നു. നമ്മൾ പേടിക്കണം. ഇവിടൊക്കെ നമ്മൾ അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇബാദത്തിന്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കപ്പെടാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് സ്നേഹമുള്ള ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മുറുകെ പിടിക്കണം. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് അങ്ങനെയാണ്, മുറുകെ പിടിക്കുക. നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. എങ്ങനെ? ജീവിതം കൊണ്ട് കടിച്ചു പിടിക്കാനാണ്, അത് പഠിക്കാനാണ്. ആ പഠിച്ച ആശയങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തത്, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ 3 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. മൂന്നാമത്തത്, ആരാധനകൾ കൃത്യമായി നിർവഹിക്കാൻ, ഇബാദത്തുകൾ ശരിയായി നിർവഹിക്കണമോ? ഇബാദത്തുകൾ ശരിയായി നിർവഹിക്കണമോ? നമ്മൾ ദീൻ പഠിക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും തോന്നുന്ന പോലെ ഇബാദത്തുകൾ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകും. ശരിക്കാലോചിച്ചോളി. നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ബേജാറിന്റെ വശം പറയണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നു അത് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതുപോലെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മൾ 2 മാസത്തെ നിസ്കാര പഠന കോഴ്സ് അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല പഠിതാക്കളും ഓരോ ക്ലാസ് കഴിയുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നലത്തെ മിനിയാത്ത ക്ലാസ് ഒക്കെ നിസ്കാരത്തിന്റെ രൂപത്തെ കുറിച്ചൊക്കെ വിശദമായി ഹദീസുകളുടെ വെളിച്ചത്തിലൊക്കെ പറഞ്ഞപ്പോ അവര് പലതും പല ആളുകളും പങ്കുവച്ച സംഗതി എന്താ വെച്ചാൽ, ഇതൊന്നും പലപ്പോഴും ഇതുവരെ അറിയാതെ പോയ പല കാര്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ചിലതൊക്കെ ചിലപ്പോ നമ്മുടെ നിസ്കാരത്തെ തന്നെ ബാധിക്കുന്ന സംഗതികൾ ഉണ്ടാവും. ചിലപ്പോൾ ചിലത് സുന്നത്തായ കാര്യങ്ങൾ അതൊന്നും കൂടി നമുക്ക് പൂർണ്ണമായ കൂലിയിലേക്ക് എത്താൻ പറ്റുന്ന സംഗതികൾ ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ നിത്യേന ചെയ്യുന്ന പല കാര്യങ്ങളും, അതിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഗതികൾ പലപ്പോഴും കാണുന്നു. അപ്പൊ എങ്ങനെയാണ് റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കുക? നമ്മളോട് പറഞ്ഞത് എന്താ? ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമി. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. ഇത് നമ്മൾ പഠിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഭൗതികമായി നമ്മൾ പഠിക്കാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ദീനിന്റെ വിഷയം വരുമ്പോ ആരും ചിലപ്പോ നമ്മളോട് ചോദിക്കൂല, അത് പഠിച്ചോ, ആരും ചോദിക്കൂല. പക്ഷെ ചോദ്യങ്ങൾ വരുന്ന സമയമുണ്ട് നമ്മുടെ ഖബറിലും പരലോകത്തൊക്കെ. അവിടെ നമ്മൾ സങ്കടപ്പെടാൻ പറ്റൂല, അവിടെ നമുക്ക് പ്രയാസം ഉണ്ടാകാൻ പറ്റൂല. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് പരലോകത്തെത്തുമ്പോ ആ ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളൊക്കെ റെഡി ആയിട്ടാ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോ അതൊന്നും റൂട്ട് തെറ്റിയ രീതിയിലാണ് ചെയ്തു പോയിട്ടുണ്ടാകുക. അള്ളാഹു കാക്കട്ടെ അത്തരം വിഭാഗങ്ങളിൽ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഈ വാചകങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് നിസ്കരിച്ച് കാണിച്ചു തരികയാണ് സഹാബത്തിന്റെ മുമ്പിൽ വെച്ച്. അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഹജ്ജിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ സനഅതു ലിഹാദാ, ഇത് ഞാൻ ചെയ്തത് എന്തിനാ? ലിതഅ്തമു ബി, നിങ്ങൾ എന്നെ കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദീനിന്റെ ഓരോ കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ച പോലെ ഇസ്ലാമികമായ നിയമങ്ങൾ
അത് കൃത്യമായി ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യാം. അതിലൊരുപാട് സംശയങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് കാലാകാലം 20-ാമത്തെ വയസ്സിൽ ദീനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കൊണ്ടുവച്ച് അത് മരിക്കുമ്പോ 70-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ആ ഡൗട്ടിനൊരു വ്യത്യാസമല്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര സങ്കടമുള്ള സംഗതിയാണ്. എങ്ങനെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, അതല്ലെങ്കിൽ തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതൊക്കെ പലപ്പോഴും അതൊക്കെ പിന്നെയാകാം. ദുനിയാവിന്റെ കാര്യം അതിപ്പോ വേണം, ഇപ്പൊ വേണം. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നിങ്ങൾ നോക്കി, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ആരെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരു അമല് ചെയ്തു, അതിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യമാണ്, അത് ദീനിലില്ലാത്ത കാര്യമാണ്, ദീനിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. എത്ര കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ എന്നുണ്ട്. ദീനിലുണ്ട് എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്, സഹാബത്ത് ചെയ്ത് കാണിച്ചു തന്നതാണ്. ഇതൊക്കെ വിചാരിച്ച് ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും ദീനിലില്ലാത്ത പല കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പരലോകത്ത് വന്ന എന്താ അതിന്റെ റിസൾട്ട് എന്താ? ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകുക. ആ അധ്വാനങ്ങളെല്ലാം വിഫലമാകുന്ന രംഗം കടന്നു വരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ അറിയിക്കണം. എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദീനിലുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദീനിലുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതൊക്കെ ഞാൻ പണ്ടേ ചെയ്തു വന്നതാണ്. അതൊക്കെ കാരണന്മാർ മുതൽക്ക് ചെയ്തു വരുന്നതാണ്. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പൊതുവായി എല്ലാവരും ചെയ്തു വരുന്നതാണ്. അതൊക്കെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അത് ചെയ്തു വരുന്ന, ഇതൊന്നും പറയാൻ പറ്റുന്ന ന്യായമല്ല. നാട്ടുകാരെ വിട്ടേച്ചു പോയിട്ടുണ്ട്. കാരണന്മാർ, ശരിക്കും കാരണന്മാരെ പിന്നെ കണ്ടു പോകുക എന്നുള്ളത് തന്നെ അതൊക്കെ പലപ്പോഴും മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞതാണ്, ഞങ്ങളുടെ വാപ്പമാർ, വല്ലുപ്പമാർ അവരൊക്കെ ഏതൊരു നിലപാടിലാണോ വിശ്വാസത്തിലാണോ ഉള്ളത് അതിൽ തന്നെ ഞങ്ങളും നിലനിൽക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ച് മുന്നോട്ട് പോയ ആളുകൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ പുനഃപരിശോധന നടത്തണം. നമുക്ക് അള്ളാന്റെ മുമ്പിൽ ഉദ്റു പറയാനുണ്ടാകണം. റബ്ബേ, റഹ്മാനായ റബ്ബേ, എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാക്സിമം ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് നിന്റെ ദീൻ അറിയാൻ, നിന്റെ ദീൻ പഠിക്കാൻ, അത് കൃത്യമായി മനസ്സിലാക്കാൻ, അതിലെ വിശ്വാസ പാഠങ്ങൾ, അതിലെ കർമ്മ പാഠങ്ങൾ, അതിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് അള്ളാന്റെ മുമ്പിൽ ഉദ്റു പറയാനുള്ള ആ മാക്സിമം ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഞാൻ കുറച്ച് വൈകാരികമായി പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നമ്മൾ അത്രയും ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ഇത് നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ദീനിന്റെ പാഠങ്ങൾ നമ്മൾ പഠിക്കണം. എത്രത്തോളം ദീൻ പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും. അത്രത്തോളം നമുക്ക് റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ദീന് പഠിച്ചാൽ എന്താ നമുക്ക് കിട്ടുക? ദീന് പഠിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ഒന്ന്, നമുക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, ദീൻ പഠിക്കുന്ന ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. ശരിക്കാലോചിച്ചോളി, നമുക്ക് ഒരു വിദ്യാർത്ഥിയാകാൻ കഴിയണം. മതം പഠിക്കുന്ന വിദ്യാർത്ഥി. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഖുർആൻ ഹിഫ്ലാക്കിയ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ച, അത് പഠിക്കാനും പഠിപ്പിക്കാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച മഹാനായ മുൻഗാമിയാണ്, പണ്ഡിതനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വയസ്സാം കാലത്ത് വാർദ്ധക്യ സ്റ്റേജിലെത്തിയ ആ സമയത്ത് പോലും ഈ എഴുത്തുപകരണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എങ്ങട്ടാ പോണത്? എങ്ങട്ടാ ഈ വയസ്സാം കാലത്ത് ഇനി എങ്ങട്ടാ നിങ്ങൾ ഇനി പഠിക്കണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഹത്തൽ മഖ്ബറ, ഖബർസ്ഥാനി വരെ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ മതപഠിതാവാകുക എന്ന സന്ദേശം. നമ്മളൊക്കെ മതപഠനം എന്ന് നിർത്തിയത്? നമ്മൾ എന്ന് തുടങ്ങി എന്ന് നിർത്തി? അതല്ലേ, അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. എന്താ ഈ കേട്ടതന്നെ ഇങ്ങനെ കേൾക്കണത്? എന്താ കേട്ടതന്നെ കേൾക്കണത്? നമ്മുടെ ദർസിന്റെ ഗ്രൂപ്പിൽ തന്നെ 1000-ന് മുകളിൽ ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നത് റഹ്മാനായ റബ്ബ് നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ ഒരു അടയാളാണ്. ശരിക്കും ആലോചിച്ചോളി, അള്ളാഹ്ക്ക് ഹംദ് പറഞ്ഞോളി, അൽഹംദുലില്ലാ പറഞ്ഞോളി. ദീന് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത്. അല്ലെ റീൽസ് ഇങ്ങനെ തോണ്ടിയപ്പോൾ പോകും. മുൻഗാമികൾക്ക് കിട്ടാത്ത കോടിക്കണക്കിന് അനുഗ്രഹങ്ങളാണ് എനിക്ക് നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടൂലേ? അള്ളാന്റെ മുമ്പിൽ എന്താ മറുപടി പറയാം? ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി 1 മാസം വഴി ദൂരം നടന്നും ഒട്ടകത്തിൽ കയറിയും സഞ്ചരിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള നമ്മുടെ മുൻഗാമികൾ. നമ്മൾ എത്ര സഞ്ചരിച്ചിട്ടുണ്ട് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ജീവിതത്തിൽ എന്ത് എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ ദീനിന്റെ വഴിയിലേക്ക് ആരിറങ്ങുന്നോ, ആര് പ്രവേശിക്കുന്നോ, ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ആരിറങ്ങുന്നോ, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. മറ്റൊരു ഹദീസിൽ പറയുന്നത് ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിലാണ്. ദീന് പഠിക്കാൻ തുടങ്ങിയ നമ്മൾ എവിടെയാണ്? നമ്മൾ അള്ളാന്റെ വഴിയിലാണ്, അള്ളാന്റെ മാർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, ജീവിതത്തിൽ സമാധാനം വേണോ? സമാധാനം ഇല്ല എന്നുള്ളതല്ലേ നമ്മുടെ പ്രശ്നം. നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ സമാധാനം പെയ്തിറങ്ങണോ? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണോ? നമ്മൾ ദീനിന്റെ പഠിതാക്കളായി മാറുക, ദീൻ ചർച്ച ചെയ്യുന്നവരായി മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാന്റെ പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അവര് ചെയ്യുന്ന പണി എന്താ? യത്ലൂന കിതാബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ ആ ഖുർആൻ അവർ പഠിക്കുന്നു, ദീന് പഠിക്കുന്നു. ഇല്ലാ നസലത അലൈഹിമുസ് സക്കീന, അവർക്ക് അള്ളാഹു ശാന്തി ഇറക്കാതിരിക്കുകയില്ല, സമാധാനം ഇറക്കാതിരിക്കുകയില്ല. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹു അവർക്ക് റഹ്മത്ത്, കാരുണ്യം മൂടാതിരിക്കുകയില്ല. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ പുതിയാതിരിക്കുകയില്ല. സ്പെഷ്യൽ മലക്കുകൾ ഉണ്ട് എന്നാണ്. ദീൻ പഠിക്കുന്ന സദസ്സുകൾ എങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മലക്കുകൾ പോകും. എന്നിട്ട് മലക്കുകൾ അവിടെ അങ്ങനെ ഒരു സദസ്സ് കണ്ടാൽ നസലു, അവരവിടെ ഇറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് നമ്മളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോകുമ്പോ ആ മലക്കുകൾ തിരിച്ചു പോകുന്നത് റഹ്മാനായ റബ്ബിലെ അടുക്കലേക്കാണ്. എന്നിട്ട് അവസാനം അള്ളാഹുവും മലക്കുകളും തമ്മിലുള്ള സംഭാഷണം ഉണ്ട്. അതിന്റെ അവസാനം പറയുന്നത് എന്താ അറിയും? ആ സദസ്സിൽ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആ സദസ്സിൽ പങ്കെടുത്തവർക്ക് മലക്കുകളെ, നിങ്ങളെ ഞാൻ സാക്ഷികളാക്കിയിട്ട് ഞാൻ പറയാണ്, അവർക്ക് അന്നീ ഖദ് ഗഫർതു ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളാണ്. ഓരോ ദർസിൽ കയറുമ്പോഴും, ഓരോ ദീൻ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും
പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് കിട്ടണെന്താ? നമ്മുടെ പാപങ്ങൾ പൊഴിഞ്ഞില്ലാതാകുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനത്തെ, റഹ്മാനായ റബ്ബ് കാരുണ്യത്തെ, അവന്റെ സക്കീനത്തിനെ, അവന്റെ റഹ്മത്തിനെ കൊണ്ടുവരുന്നു. മലക്കുകൾ നമ്മുടെ ജീവിതത്തെ പൊതിയുന്നു. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തത്. ഒന്നുകൂടി പറയാം. മൂന്നാമത്തത്, എല്ലാറ്റിലും നമുക്ക് ക്ലാരിറ്റി കിട്ടും. എപ്പോഴാ ക്ലാരിറ്റി കിട്ടുക? എല്ലാറ്റിലും ക്ലാരിറ്റി കിട്ടും. ഓരോ വിഷയങ്ങൾ വരുമ്പോ, ഓരോ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോ, അവിടെ ഇങ്ങൊക്കെ നമുക്ക് ക്ലാരിറ്റി കിട്ടുക. എന്താ ക്ലാരിറ്റി കിട്ടുക? നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം ദീൻ ശരിയായി നമ്മൾ പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം എന്താ അറിയോ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുകയാണ് എങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു തരും. സത്യാസത്യം വേർതിരിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അള്ളാഹ് കാണിച്ചു തരും. അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം. ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമല ബിതഅത്തില്ല, അള്ളാഹ് പറഞ്ഞത് കേട്ട് ജീവിക്കലാണ്. എങ്ങനെ അള്ളാഹ് പറഞ്ഞ് കേട്ട് ജീവിക്കുന്നത്? അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്താൽ. ആ പ്രകാശം ഏതാ? അത് ഖുർആനും സുന്നത്തുമാണ്. പ്രമാണങ്ങളിലുള്ളത് അത് കൃത്യമായി ആ അറിവ് നേടി അള്ളാഹിനെ അനുസരിക്കുക, അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാതിരിക്കുക, പാപങ്ങൾ ഒഴിവാക്കുക. ആ പാപങ്ങൾ ഒഴിവാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എനിക്ക് തോന്നിയ പാപങ്ങളല്ല, മറിച്ച് അല നൂരിൻ മിനല്ലാഹ്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് എന്താ? ഹദീസ് പറഞ്ഞത് എന്താ? ദീന് പഠിച്ചിട്ടാണ് ഓരോ പാപങ്ങളും ഒഴിവാക്കുന്നത്. ദീൻ പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുന്നത്. അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അത് ജീവിതത്തിന്റെ. അതിനെ തഖ്വ എന്ന് പറയാം. തഖ്വ വെറുതെ ഉണ്ട്, ഇൽമില്ലാതെ തഖ്വ ഉണ്ടാകൂല. മനസ്സിലായി? അപ്പൊ നമുക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാകണോ? നമുക്ക് ക്ലാരിറ്റി കിട്ടണോ? നമുക്ക് തഖ്വ ഉണ്ടാകണം. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എപ്പോഴാ സാധിക്കുക? നമുക്ക് അറിവ് നേടുമ്പോഴാണ്. അപ്പൊ തൗഫീക്ക് നൽകട്ടെ. ഓക്കെ, അതാണ് മൂന്നാമത്തെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഗുണങ്ങൾ അതിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കണം. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ദീൻ എങ്ങനെ നമ്മൾ ഫലപ്രദമായി നമ്മൾ പഠിക്കും? പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വാചകങ്ങൾ ശരിക്ക് കേട്ടോളി. നമ്മൾ ജീവിക്കുന്നത് ഡിസ്ട്രാക്ഷന്റെ ലോകത്താണ്. നമ്മൾ ജീവിക്കുന്നത് ഡിസ്ട്രാക്ഷന്റെ ലോകത്താണ്. വളരെ പെട്ടെന്ന് ശ്രദ്ധ തെറ്റുന്ന ഒരു കാര്യം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിക്കപ്പെടുന്നു. ചെയ്യണമെന്ന് വിചാരിക്കും. എത്ര തീരുമാനങ്ങളാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ ദീന് പഠിക്കണം, ഖുർആൻ പഠിക്കണം. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണോ എന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ ഒന്ന് പഠിക്കണം, ഇൻഷാ അല്ലാഹ് ഖുർആനൊക്കെ ഒന്ന് പഠിക്കണം, ഇന്ന ഭാഗം ഒന്ന് പഠിക്കണം, അതൊന്ന് പഠിക്കണം, ഇതൊന്ന് പഠിക്കണം. അങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടോ? ഇത് ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്. പുതിയ കാലത്തെ വലിയ പ്രതിസന്ധി എന്താ അറിയോ? അതുകൊണ്ടാണ് ഫോക്കസ് പോലെയുള്ള വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത്. ആധുനികമായി ഇറങ്ങുന്ന പുസ്തകങ്ങൾ, ബെസ്റ്റ് സെല്ലറായി പുസ്തകങ്ങൾ എടുത്തോളി. ഏറ്റവും കൂടുതൽ ഇന്ന് ഇറക്കപ്പെടുന്ന പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? ഏത് പുസ്തകം എടുക്കുമ്പോഴും പലപ്പോഴും അതിലൊക്കെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടും ഫോക്കസുമായി ബന്ധപ്പെട്ടും ഡിസ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാ? കാരണം ഈ ഫോക്കസ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ദീന് പഠിക്കണോ? എന്തെങ്കിലും കുറച്ച് ഇബാദത്ത് മനസ്സറിഞ്ഞ് ചെയ്യണോ?
ജീവിതത്തിൽ എന്തെങ്കിലും എഴുതി വെച്ച ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണോ? ഫോക്കസ് വേണം. നമ്മളതിന് പ്രയോറിറ്റി നൽകണം. ഓക്കെ, അപ്പൊ ഈ ഡിസ്ട്രാക്ഷന്റെ കാലത്ത് ഒരു മുസ്ലിം സഹോദരി എങ്ങനെ ദീൻ പഠിക്കും? വീട്ടുജോലികൾക്കിടയിൽ നിന്ന് നമ്മൾ എങ്ങനെ ദീൻ പഠിക്കും? ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ കൂടെ നമ്മൾ എങ്ങനെ ദീൻ പഠിക്കും? മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ദീൻ പഠിക്കും? അവിടെയാണ് പുതിയ കാലത്ത് ദീൻ പഠിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി. അതിന് 2 രൂപത്തിലുള്ള പ്ലാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 2 രൂപത്തിലുള്ള പ്ലാൻ. ഒന്നാമത്തെ പ്ലാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, നമുക്ക് അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം, ഒരു ഉറപ്പ്, പടച്ചവന്റെ കൂലിക്കൊണ്ട് ഞാനത് ചെയ്യും, കാരണം ഇതെന്റെ ആഖിറത്തെ ബാധിക്കുന്ന വിഷയം, പഠിക്കും എന്നൊരു ആത്മാർത്ഥമായ, വേറൊന്നും ചിന്തല്ല, അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ച് ആ നിയ്യത്തോടു കൂടെ പഠിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ആ ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് ഒന്നാമത്തെ. രണ്ടാമത്തത്, പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇൻഷാല്ലാ പഠിക്കേണ്ട കുറച്ച് ഏരിയകൾ ഞാൻ കാണിക്കും. മൂന്നാമത്തത്, വ്യവസ്ഥാപിതമായ പഠന സംവിധാനത്തിന്റെ ഭാഗമാകുക. നമ്മൾ ഒരിക്കലും, പലപ്പോഴും നമ്മൾ ഒറ്റക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ യൂട്യൂബിലെ കുറേ ക്ലാസ്സുകൾ, അതൊന്നും ശരിക്കും വ്യവസ്ഥാപിതമായ പഠനമല്ല. യൂട്യൂബ് എന്നുള്ളത് നമ്മളിങ്ങനെ കിട്ടുന്ന പ്രഭാഷണങ്ങളും കിട്ടുന്ന പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുക എന്നുള്ളതല്ല യഥാർത്ഥ പഠനത്തിന്റെ രീതിയും രൂപവും. അതിൽ ചിലപ്പോ നമ്മൾ തെറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം. അതുകൊണ്ട് തെറ്റിക്കപ്പെടാതെ ഒരു സിസ്റ്റമാറ്റിക് ആയി പഠിക്കുക. അത് എന്താ ചെയ്യുക, നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ പലപ്പോഴും കുറച്ച് കാണും, അത് അവിടെ ഇടും, അങ്ങനെ കടന്നുകൊണ്ട് കേൾക്കും, അങ്ങനെ ഉറങ്ങും. അല്ലെ അവിടെ കുറച്ച് കേൾക്കും, ഇവിടെ കുറച്ച് കേൾക്കും, പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആകും. മറിച്ച് ഒരു കൃത്യമായ വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിന്റെ ഭാഗമാകണം. ഓക്കെ, ഇൻഷാല്ലാഹ് രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയും. നാലാമത്തത്, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കും. കുറെ ഇൽമുണ്ടാക്കി പോകലല്ല, ഇൽമിന്റെ തേട്ടം അമലാണ്. ഇൽമിന്റെ തേട്ടം അമലാണ്. ഇൽമ തേടുന്നത് എന്താ? കുറെ എനിക്ക് ഇതറിയാം, കുടുംബത്തിൽ ഇങ്ങനെ ആളാകാൻ വേണ്ടിയിട്ടല്ല. ഇൽമ എന്തിനാ നേടുന്നത്? ഇതാദ്യന്റെ വിശ്വാസം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇൽമിനെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതുമ്പോ പറയുന്ന വാചകം എന്താ അറിയോ? അൽ ഇൽമു ഇബാദ. അൽ ഇൽമു ഇബാദ. ഇൽമ എന്താ? ഇബാദത്താണ്. ഇൽമ ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കലില്ലേ, നമ്മൾ നോമ്പെടുക്കലില്ലേ, അതുപോലെ ഇബാദത്താണ് ഇൽമ. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും തെളിവുകളൊക്കെ പറയുന്നാൽ അത്രയും വിശദമായി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ തന്നെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അഞ്ചാമത്തെ, തൗഫീഖിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ 5 കാര്യങ്ങൾ, ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ട സംഗതി. ഇനി ഇതിനുള്ള ഒരു സിസ്റ്റം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ആയിന്ന് ടൈപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ പരിചയപ്പെടുത്താം. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അതിനുള്ള സംവിധാനമാണ് അൽ ഉസൂൽ ഇസ്ലാമിക് കോഴ്സ്.